പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് 4 നാൾ മാത്രമേ ഉള്ളൂ. എഴുത്തച്ഛൻ്റെ കാലടി പതിഞ്ഞ മണ്ണാണ് തിരൂർ. നിങ്ങൾക്കറിയാം, ഈ തിരൂരിലാണ് സമ്മേളനം നടക്കാൻ പോകുന്നത്. ലോക ടെലിവിഷൻ ചരിത്രത്തിലെ പുതിയ സംഭവമാണിത്. കൊച്ചിയിൽ സംസ്ഥാന സമ്മേളനം നടന്നു, വൻ വിജയമായി. ഫ്ലവേഴ്സിലും 24ലും അത് നമ്മൾ സംപ്രേഷണം ചെയ്തു. ഇത്തവണ 24ൽ ഈ ജില്ലാ സമ്മേളനവും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഞായറാഴ്ചയാണ് അതായത് ഈ സമ്മേളനം. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ രജിസ്ട്രേഷനിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ഇതിൽ പങ്കെടുപ്പിക്കുന്നത് സുരക്ഷാ കാരണങ്ങളാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രാവിലെ 9 മണിക്ക് നിങ്ങൾക്കറിയുന്ന പോലെ മലപ്പുറം ജില്ലയിലെ ഫുൾ A+ SSLCക്ക് നേടിയ കുട്ടികൾക്കുള്ള ആദരമാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം മലപ്പുറത്ത് അരങ്ങേറുക. തിരൂരിലാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരു ട്രെയിലർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വളരെ ആവേശത്തിലാണെന്ന് നമുക്കറിയാം. 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം മലപ്പുറം തിരൂരിൽ. ഫ്ലവേഴ്സ് 24 ചാനലുകളിലെ ജനപ്രിയ അവതാരകർ നമ്മുടെ നാട്ടിൽ, മലപ്പുറത്തിന്റെ മൊഞ്ചുള്ള മണ്ണിൽ. ജൂൺ 23 ഞായറാഴ്ച തിരൂർ B&Co കാസിൽ ഓഡിറ്റോറിയത്തിൽ. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി നടന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം മഹാവിജയമായതിന് പിന്നാലെയാണ് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നത്. പ്രേക്ഷകരെ കാണാനും കേൾക്കാനുമായി 24 ഓരോ ജില്ലയിലും എത്തും. മലപ്പുറം ജില്ലാ സമ്മേളനം ഈ മാസം 23 മലപ്പുറം തിരൂരിൽ നടക്കും. തിരൂർ B&Co കാസിൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം. രാവിലെ 9 മണി മുതൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രേക്ഷകരുടെ സമ്മേളനം. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അതിഥികളെ ആവോളം സൽക്കരിക്കുന്ന മലപ്പുറത്തുകാർ ആകാംക്ഷയിലാണ്. ഒരു ചാനൽ ആദ്യമായിട്ടാണ് പ്രേക്ഷകരെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്. സാധാരണ നമുക്ക് അവരോട് അങ്ങോട്ട് പറയാൻ ഒരു അവസരം ഉണ്ടാവാറില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് ഒരു പുതിയ അനുഭവമാണ്. പിന്നെ അതിന് ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ ഒരു സ്ഥലം ആദ്യമായിട്ട് തിരൂരിനെ തിരഞ്ഞെടുത്തതിൽ ഒരു തിരൂർക്കാരൻ എന്ന നിലയിൽ ഭാഷാപിതാവിൻ്റെ നാട്ടിൽ ആയത് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. ലോക ടെലിവിഷൻ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 24ന്റെ പ്രേക്ഷക സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ഉടൻ തന്നെ QR കോഡ് സ്കാൻ ചെയ്യൂ. സമ്മേളനം ആദ്യാവസാനം വരെ 24 സംപ്രേഷണം ചെയ്യും. സംഗമത്തിന് ഇനി 4 നാൾ മാത്രം. 24 തിരൂർ. പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകൻ നമ്മോട് ചോദിച്ചില്ലേ, അതായത് ടെലിവിഷൻ പ്രേക്ഷകരെ പരിഗണിക്കുന്നില്ല. ആ ടെലിവിഷൻ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും പല സമയത്തിരുന്ന് ഈ 24 കാണുന്നുണ്ട്. അപ്പോൾ ടെലിവിഷൻ പ്രേക്ഷകർക്ക് അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കാൻ നമ്മളൊരു നമ്പർ തരാമെന്ന്, ഒരു മൊബൈൽ നമ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയച്ചു തരാം. എല്ലാ ദിവസവും ഇതിൽ നിന്ന് കുറച്ച് സന്ദേശങ്ങൾ ഞാൻ തീർച്ചയായിട്ടും വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും നിങ്ങളുടെ സന്ദേശങ്ങളും ഒക്കെ അയക്കാനുള്ള ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ തന്നെ നിങ്ങൾ സന്ദേശങ്ങൾ അയച്ചോളൂ. 6235968630 6235968630. അപ്പോൾ ഈ നമ്പറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ടെലിവിഷൻ പ്രേക്ഷകർക്കാണ് ഇതിൽ മുൻഗണന. അപ്പോൾ ടെലിവിഷൻ പ്രേക്ഷകർ ഈ നമ്പറിൽ തന്നെ സന്ദേശങ്ങൾ അയച്ചു തരിക. നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങൾക്ക് ഞങ്ങളോട് സംവദിക്കാൻ എന്ത് വിഷയമാണെങ്കിലും അത് സന്ദേശങ്ങളായിട്ട് ഈ നമ്പറിൽ അറിയിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചോളൂ. മാത്രമല്ല ഈ നമ്പർ തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ പ്രേക്ഷകർക്ക് ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ നോക്കാം. അതുപോലെ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ നടക്കുകയാണ്, നിങ്ങൾക്കറിയാം. അതിൻ്റെ നമ്പർ ഇപ്പോൾ സ്ക്രീനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ഫ്രീ ആണ്, രജിസ്റ്റർ ചെയ്യാം. ആളുകൾക്ക് വരാം, ഈ പരിപാടിയിൽ പങ്കെടുക്കാം. 24 കണക്റ്റിൻ്റെ ഭാഗമാകാനുള്ള ഒരു അവസരമാണിത്. അതുപോലെ ഇമെയിൽ ID വഴിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. 24connect@24news.com എന്ന IDയിൽ രജിസ്റ്റർ ചെയ്താലും മതി. അപ്പോൾ ഞാനും നമ്മുടെ സ്റ്റാർ അവതാരകരും ഒക്കെ തന്നെ ഈ തിരൂരിലെത്തുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ വളരെ നേരത്തെ വരണം എന്നില്ല, കൃത്യസമയത്ത് വന്നാൽ മതി. നമ്മൾ സംഘാടകൻ, ഉത്സാഹ കമ്മിറ്റി എന്നുള്ള നിലയിൽ കുറച്ച് നേരത്തെ വരും എന്ന് മാത്രം.